എല്ലാവർക്കും നമസ്കാരം. സിനിമാ ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ്, ദുൽഖർ സൽമാന്റെ വേഫർ പ്രൊഡക്ഷനിൽ നസ്ലൻ നായകനാകുന്ന ഒരു സിനിമ വരുന്നുണ്ട്. അതിൽ ടോവിനോ തോമസും ദുൽഖർ സൽമാനും ഒരു കാമിയോ വേഷം ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ പ്രശസ്ത മ്യൂസിക് ഡയറക്ടറായ ജസ്പർ കിഡ്, അതായത് അസാസിൻ ക്രീഡ്, ഹിറ്റ്മാൻ 2 എന്നീ ഗെയിംസിന്റെ എല്ലാം മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം ഇതിൽ മ്യൂസിക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ആക്ഷൻ പടം ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം മാവീരൻ്റെ എല്ലാം ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന യാനിക് ബെൻ, അദ്ദേഹം ആണ് ഈ സിനിമയുടെ ഫൈറ്റിംഗ് കൊറിയോഗ്രാഫി. അടുത്ത ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഫഹദ് ഫാസിൽ ഇനി ആവേശത്തിന് ശേഷം ജിത്തു മാധവനായിട്ട് ഒന്നിക്കുന്നു. പക്ഷേ ഇത് ആവേശത്തിൻ്റെ രണ്ടാം ഭാഗമല്ല കേട്ടോ. ആവേശം സിനിമയുടെ രണ്ടാം ഭാഗമല്ല ഇത് മറ്റൊരു സിനിമയാകാനാണ് ചാൻസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാലുമായിട്ട് ജിത്തു മാധവൻ ഉള്ള സിനിമ കുറച്ചും കൂടി വൈകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അടുത്ത സിനിമ ഇതാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. എമ്പുരാൻ 250 കോടി ഗ്രോസിംഗ് കളക്ഷനുമായിട്ട് മുന്നേറുകയാണ്. അതായത് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് 250+ നേടുന്ന ഏക ചിത്രമായിട്ട് എമ്പുരാൻ മാറിയിരിക്കുകയാണ്. അടുത്ത ന്യൂസ്, തുടരും സിനിമയുടെ പ്രോമോ സോങ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഫർഹാൻ ഫാസിലും മോഹൻലാലും എല്ലാം ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. നമ്മുടെ വേലായുധ സോങ് ഇല്ലേ, നരനിലെ, ആ ടൈപ്പ് ഒരു സോങ് ആണെന്നാണ് കേൾക്കുന്നത്. നല്ലൊരു അടിച്ചുപൊളി സോങ് ആവാനാണ് ചാൻസ്. അതായത് സൺ പിക്ചേഴ്സ് ഒരുക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം, അല്ലു അർജുനും അത്ലിയും ഒന്നിക്കുന്ന സിനിമ. ഇതിൽ ആ സിനിമ മ്യൂസിക് ചെയ്യുന്നത് സായി അഭയശങ്കർ എന്ന മ്യൂസിക് ഡയറക്ടറാണ്.